ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു പരിപ്പ് വട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പരിപ്പ് വേണം ഇതിനു വേണ്ടി എടുക്കാൻ. വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് നന്നായിട്ടല്ലാത്ത ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ അരയ്ക്കാത്ത പരിപ്പ് മാറ്റി വെക്കണം. ഇനി ഇതിലേക്ക് 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അരയ്ക്കാതെ വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പരിപ്പ് വടയുടെ ഷേപ്പിൽ നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ പരത്തി ആ ഷേപ്പാക്കി എടുക്കണം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് വട ഓരോന്നായിട്ട് ഇട്ട് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. കറക്റ്റ് പാകമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരും. ആ സമയത്ത് തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപ്പ് വട റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് കൊടുക്കണം. എവിടെയെങ്കിലുമൊക്കെ അകത്തേക്ക് വേകാതിരുന്നാലോ എന്ന് ഓർത്താണ് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1 കപ്പ് പരിപ്പ് കൊണ്ട് 7 നല്ല വലിപ്പത്തിലുള്ള പരിപ്പ് വടയാണ് 7 എണ്ണം കറക്റ്റായിട്ട് കിട്ടും. അല്ല ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിലും ഏറെ പരിപ്പ് വട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അത്യാവശ്യം ഒരു വലിപ്പത്തിലാണ് ഇവിടെ ഈ പരിപ്പ് വട റെഡിയാക്കിയിരിക്കുന്നത്. പെട്ടെന്ന് വീട്ടിൽ ചായയുടെ കടിക്കൊക്കെ റെഡിയാക്കാനാണെങ്കിൽ 1 കപ്പ് പരിപ്പ് ധാരാളമായിട്ട് മതിയാകും. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പരിപ്പ് കുതിർന്ന് വരുമ്പോൾ ഏറെ പരിപ്പ് തോന്നും. അതുകൊണ്ട് പെട്ടെന്നൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ കറക്റ്റ് 1 കപ്പ് തന്നെ എടുത്താൽ മതിയാകും. അപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് കറക്റ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ചായ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പരിപ്പ് വടയും അതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി എടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരാന്നിരിക്കുന്ന പരിപ്പ് വടയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ആരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. അപ്പം നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം നല്ല അടിപൊളി പരിപ്പ് വടയും കൂടെ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ലതായിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം.